أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. വേദിയിലെ ബഹുമാന്യനായ അധ്യക്ഷൻ കെ പി നൂറുദ്ദീൻ സാഹബ്, ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേരാനിരിക്കുന്ന നിഷാദ് റാവുച്ചർ, ഈ ഉദ്ഘാടന വേദിയെ ധന്യമാക്കുന്ന PTA പ്രസിഡന്റ് ഉൾപ്പെടെ, പ്രിൻസിപ്പൽ ഉൾപ്പെടെ, റിലീജിയസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കരുണയും കാവലും എന്നും എപ്പോഴും നമുക്കുമേൽ തണൽ വിരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ഹൃദ്യമായ കലാവിരുത് ആസ്വദിക്കാൻ കണ്ണും കാതും കൽബുമെല്ലാം കൂർപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് വലിയ സംസാരത്തിന് മുതിരുന്നതിൽ അർത്ഥമില്ല എന്ന് തിരിച്ചറിയുന്നു. നമ്മുടെ മക്കൾ പടച്ചവൻ നമുക്ക് നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ്. നമ്മുടെ മക്കളെ കണ്ടുകൊണ്ടേയിരിക്കുക എന്നത് തന്നെ വലിയ പുണ്യമുള്ള കാര്യമാണ്. നമ്മളുടെ മക്കളോടൊപ്പമുള്ള സഹവാസം, അവരുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന് ഉന്മേഷമാണ്, ആവേശമാണ്. നമ്മുടെ മക്കൾ, നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും മഹാവിസ്മയങ്ങളാണ്. അവരുടെ ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, അവരുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ കാണുമ്പോൾ അത്ഭുതത്തോടു കൂടി നമ്മൾ നോക്കി നിൽക്കാറുണ്ട്. സാധാ മക്കളെക്കുറിച്ച് പറയുന്നുണ്ട്, അവർ വിത്തുകളാണ്. ഒരു ആപ്പിളിൽ എത്ര കുരു ഉണ്ട് എന്ന് നമുക്ക് എണ്ണിയെടുക്കാൻ കഴിയും. ചക്കക്കുരു നമുക്ക് സുപരിചിതമാണ്. ഒരു ചക്കയിൽ എത്ര കുരുവുണ്ട് എന്ന് നമുക്ക് കുറച്ച് സമയമെടുത്താലും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയും. ഒരു ആപ്പിളിൽ എത്ര കുരുവുണ്ട് എന്ന് പറയുന്നത് പോലെ എളുപ്പമല്ല ഒരു കുരുവിൽ നിന്ന് എത്ര ആപ്പിൾ ഉണ്ടായി തീരുമെന്നത്. മക്കൾ അദ്ഭുതം, അത്ഭുതകരമാണ്. അവരെന്തായി തീരുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പലപ്പോഴും നമ്മൾ അവരോട് ചോദിക്കാറുണ്ട്, എന്താകാനാണ് നിങ്ങൾക്കാഗ്രഹമെന്ന്. അങ്ങനെ എന്താകാനാണ് നിങ്ങൾക്കാഗ്രഹമെന്ന നമ്മുടെ ചോദ്യത്തിന് പോലും അവർ നിന്ന് തരില്ല. കാരണം എപ്പോഴോ ആകാൻ പോകുന്നതിനെ കുറിച്ചല്ല, ഇന്ന് ആയിത്തീരുന്നതിനെ കുറിച്ചുള്ള മോഹന സ്വപ്നങ്ങൾ നെയ്തെടുത്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. നാളെയെക്കുറിച്ച് മാത്രമല്ല, അവർക്ക് ഇന്നിനെക്കുറിച്ച് തന്നെ ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ രക്ഷിതാക്കളോട്, എന്നെ ശ്രവിക്കുന്ന, ഞാൻ ഏറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ളത്, നമ്മൾ മക്കളെ വളർത്തുകയല്ല, മക്കളോടൊപ്പം വളരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മക്കളോടൊപ്പം വളരാൻ നമുക്ക് സാധിക്കണം. മക്കളോടൊപ്പം വളരുക എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വളർന്നു കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുതിയ കാലം നമ്മളിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അനുദിനം പുതുക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. കാലമെന്ന് പറയുന്നത് ഒഴുകുന്ന പുഴ പോലെയാണ്. ഒഴുകുന്ന പുഴ പോലെയാണ് കാലം. വെള്ളം അങ്ങനെ ഒഴുകി പുതിയത് അതിലൂടെ പ്രവഹിച്ചു കൊണ്ടേയിരിക്കും. അത് മണ്ണിൽ തൊടുമ്പോഴാണ് വേരിന് നനവുണ്ടാകുന്നത്.
ആ മണ്ണിൽ ആ വെള്ളം തൊടുന്നില്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ, കാലത്തിൻ്റെ നനവ് നമ്മുടെ ജീവിതത്തിനുണ്ടായിട്ടില്ല എങ്കിൽ നമ്മൾ മുരടിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ മക്കളോടൊപ്പം വളരണം എന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമ്മൾ മക്കളുടെ ലോകത്തെക്കുറിച്ച്, അവരുടെ ജീവിത ചുറ്റുപാടിനെക്കുറിച്ച്, അവർ കാണുന്ന, അവർ സങ്കല്പിക്കുന്ന, അവർ മുന്നോട്ട് പോകുന്ന ജീവിത കാഴ്ചപ്പാടുകളെക്കുറിച്ച് നല്ല അവബോധമുള്ളവരായിട്ട് നമ്മൾ മാറണം. പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയില്ലേ, അല്ലാഹുമ്മ ജഅൽ യൗമനാ ഖൈറം മിൻ അംസിന. പടച്ചോനെ, ഞങ്ങളുടെ ഇന്നത്തെ ജീവിതം ഇന്നലത്തെ ജീവിതത്തിനേക്കാൾ മെച്ചമുള്ളതാക്കണം. അത് നമ്മുടെ ആരാധന അനുഷ്ഠാന കർമ്മങ്ങളുടെ മാത്രം കാര്യത്തെക്കുറിച്ചല്ല പരിമിതപ്പെടുത്തിയത്. നമുക്ക് ഇന്നലെയില്ലാത്ത ഒരു വിവരം നമുക്കുണ്ടാകണം. നമ്മൾ ഇന്നലെ നമ്മുടെ കാഴ്ചപ്പാടിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ, പുതിയ ഭാവനയുടെ ലോകത്തേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ പറയുന്നു, നമ്മൾ മക്കളോടൊപ്പം വളരണം. പുതിയ കാലം നമ്മളുടെ മക്കളുടെ കാലമാണ്. അവരാണ് ഇന്ന് നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ടെക്നോളജി അവരുടെ കയ്യിലാണ്. ഭൗതിക ജീവിതത്തിൻ്റെ കരവിരുത് അവരാണ് കൈവശപ്പെടുത്തിയിരിക്കുന്നത്. ജീവിതത്തെക്കുറിച്ചുള്ള നിറമുള്ള സ്വപ്നങ്ങൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഖലീൽ ജിബ്രാൻ നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെച്ചതുപോലെ, നമ്മുടെ പഴയ കാലത്തേക്ക് നിങ്ങൾ അവരെ വലിച്ചു കൊണ്ടുപോകരുത്. അവരുടെ പുതിയ കാലത്തേക്ക് നിങ്ങൾ അവരോടൊപ്പം എത്തിപ്പിടിക്കണം. പലപ്പോഴും നമ്മൾ നടന്ന കാലത്തെക്കുറിച്ച് അവരോട് പറയാറില്ലേ? പണ്ടുകാലത്ത് നമ്മൾ ഹൈസ്കൂളിലേക്ക്, സ്കൂളിലേക്ക്, യു പി സ്കൂളിലേക്ക് എത്രയോ മലകൾ കയറി ഇറങ്ങിയതിനെക്കുറിച്ച് നമ്മൾ അവരോട് പറയാറില്ലേ? അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതാനുഭവങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഫ്രെയിം വർക്ക് നമ്മൾ നിർവഹിക്കുന്നു എന്നാണ്. അത് പാടില്ല. നമ്മുടെ ജീവിതാവസ്ഥകളിൽ നിന്നുകൊണ്ട് പുതിയ തലമുറയുടെ ജീവിതത്തിൻ്റെ ഫ്രെയിം വർക്ക് നമ്മൾ സൃഷ്ടിച്ചെടുക്കാൻ പാടില്ല. ഇത് ഷെയറിൻ്റെ ഒരു കാലമല്ല, ക്രിയേറ്റിവിറ്റിയുടെ ഒരു കാലമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളിലും ഒളിഞ്ഞിരിക്കുന്ന ക്രിയേറ്റിവിറ്റിയെ, നിർമ്മാണാത്മകമായ അവരുടെ അഭിരുചികളെ തട്ടിയെടുക്കാൻ കഴിവിധം പുതിയ ഭാവനകൾ അവർക്ക് തുറന്നിടാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങളും മക്കളോടൊപ്പമാവുക. എത്ര മനോഹരമായ വർത്തമാനമാണത്! കുഞ്ഞുങ്ങളുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച്, പുതിയ കാലഘട്ടത്തിൻ്റെ ജീവിതത്തിൻ്റെ രീതികളെക്കുറിച്ച്, വ്യക്തിത്വ വികാസത്തെക്കുറിച്ചുള്ള തടിച്ച പുസ്തകങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. പലതരത്തിലുള്ള മോട്ടിവേഷൻ പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിൻ്റെ എല്ലാം മുന്നിൽ നമുക്ക് നിർത്താൻ കഴിയുന്ന അതിമനോഹരമായ വാക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്. നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങളും മക്കളെപ്പോലെയാവുക, മക്കളോടൊപ്പമാവുക. അതിൻ്റെ അർത്ഥം കുഞ്ഞുങ്ങളുടെ ഒരു ലോകമുണ്ടെന്ന്, അവരുടെ കുഞ്ഞുങ്ങളുടെ ലോകത്തിന് ഒരു വൈവിധ്യമുണ്ടെന്ന്, ആ വൈവിധ്യത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് അവരെ മുന്നോട്ട് ചലിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ പലപ്പോഴും പലതരത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കാലം നമുക്ക് മുമ്പിൽ തീർത്തിരിക്കുന്ന വെല്ലുവിളികൾക്കിടയിൽ നമ്മുടെ തലമുറകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഞാൻ പറയുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞ് മാത്രം സങ്കടപ്പെടുന്നവരായി നമ്മൾ മാറരുത്. സാധ്യതകളെ നമ്മുടെ ബഹുമാന്യനായ ഉദ്ഘാടകൻ, കേരളത്തിൻ്റെ തലയെടുപ്പുള്ള മാധ്യമപ്രവർത്തകൻ നിഷാദ് റാവുത്തർ അവർക്ക് ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അതുകൊണ്ട് നമ്മളുടെ ഒരു കാലത്തേക്ക്, നമ്മുടെ ഒരു ജീവിതത്തിലേക്ക്, നമ്മുടെ ഒരു ശൈലിയിലേക്ക്, നമ്മുടെ ചുരുങ്ങിയ ഒരു ഫ്രെയിമിലേക്ക് അവരെ ചുരുട്ടിക്കെട്ടാതെ കുഞ്ഞുങ്ങളുടെ ഭാവനയുടെ, കുഞ്ഞുങ്ങളുടെ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവസാനിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, പലപ്പോഴും നമ്മൾ നമ്മുടെ മക്കളുടെ ധാർമ്മിക ശിക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട്, അവരുടെ സാംസ്കാരികമായ അഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ടിട്ട്, ഇവിടെ ബഹുമാന്യനായ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞു,
നമ്മുടെ സ്ഥാപനത്തിൻ്റെ മാതൃകാപരമായ ഇടപെടലിനെക്കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സവിശേഷതയെക്കുറിച്ച്, അവർ നമ്മുടെ മുമ്പിൽ ഏറ്റവും ഉയർന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച്, വ്യക്തിപരമായി നമുക്കെവിടെയെങ്കിലും പാളിച്ചകളും പോരായ്മകളും അവിധം സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, അവരുടെ മുമ്പിൽ കൽപ്പനകൾ മാത്രം സമ്മാനിക്കുന്നവരായി മാറരുത്. പ്രവാചകൻ പഠിപ്പിച്ച മറ്റൊരു രീതി കൂടി നമുക്ക് ശീലിക്കാം. വരൂ, നന്മയിൽ നമുക്കൊന്നിച്ചു മുന്നോട്ട് പോകാം. പലപ്പോഴും അവർ സംസാരിക്കുന്നതിനെക്കുറിച്ച്, അവരുടെ അനുഷ്ഠാന കർമ്മങ്ങളെക്കുറിച്ച്, അതിൻ്റെ സമയത്തെക്കുറിച്ച്, അതിൻ്റെ സന്നദ്ധതയെക്കുറിച്ച് പലപ്പോഴും പരാതികൾ പറയുമ്പോഴും നമുക്ക് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നന്മയിൽ മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ, മാതൃകകൾ ഉണ്ടാകുമ്പോഴാണ്, സഹവാസം സുഹബത്ത് സാധ്യമാകുമ്പോഴാണ് നന്മകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആശയങ്ങൾക്കൊന്നും നിർവഹിക്കാൻ കഴിയില്ല അതിന് ജീവൻ വെക്കുന്നത് വരെ. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ആശയം പറയുന്നവർ മാത്രമായി നമ്മൾ മാറാതെ, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ആശയങ്ങളുടെ തടിച്ച പുസ്തകങ്ങൾ മലർത്തി വെക്കുന്നവർ മാത്രമായി നമ്മൾ മാറാതെ, ആശയങ്ങളെ ഗർഭം ധരിച്ച വിശുദ്ധ വ്യക്തിത്വങ്ങളായി നമുക്ക് മാറാൻ കഴിയുമ്പോഴാണ് നമ്മുടെ മക്കളും അതുവഴിയെ സഞ്ചരിക്കുന്നത്. അങ്ങനെയുള്ള തലമുറകളെ നമ്മളിലൂടെ സംഭാവന ചെയ്യാൻ പടച്ചവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഈ സ്ഥാപനത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത് സംരക്ഷിക്കണം. നമ്മളും ചേരുമ്പോഴാണ്, നാട്ടുകാർ ചേരുമ്പോഴാണ്, രക്ഷിതാക്കൾ ചേരുമ്പോഴാണ്, വിദ്യാർത്ഥികൾ ചേരുമ്പോഴാണ്, ഭാരവാഹികൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു കുടുംബം സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്നത്. ഐഡിയൽ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനത്തെ സംരക്ഷിക്കാൻ, അതിൻ്റെ കൂടെ നടക്കാൻ, അതിൻ്റെ വളർച്ചയിൽ ഇടപെടുവാൻ പടച്ചവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.